കോഴിക്കോട് നിവാസികൾ കഴിഞ്ഞ 18 വർഷമായി കാത്തിരിക്കുന്ന ഒരു പദ്ധതിയുടെ യാഥാർത്ഥ്യം ഇന്ന് നടന്നിരിക്കുകയാണ്. ആ റോഡിന്റെ ഉദ്ഘാടനമായിരുന്നു. എന്നോടൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ MLA-മാരും കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. മന്ത്രിയോട് തന്നെ ചോദിക്കാം, മിനിസ്റ്ററെ, 18 വർഷത്തെ കാത്തിരിപ്പാണ് ഈ പദ്ധതി. ഉദ്ഘാടനം കഴിഞ്ഞു, എന്ത് തോന്നുന്നു? അല്ല, ദീർഘകാലത്തെ ആവശ്യമാണ്. വളരെ തിരക്കേറിയ റോഡാണ്, 8 കിലോമീറ്റർ ആണ്. ഒരു മണിക്കൂറിൽ ശരാശരി 700 വാഹനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ്. ഒരു ദിവസം 10,000-ലധികം വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. വളരെ ഗതാഗതക്കുരുക്ക് മൂലം വീർപ്പ് മുട്ടുകയാണ്. 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട റോഡിലേക്ക് 1.5 മണിക്കൂറാണ് എടുക്കുക. ഇപ്പം അത് മാറി. അപ്പൊ ഇതിന് ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അനുവദിച്ച് പ്രവൃത്തി നടക്കാൻ നേരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദേശീയപാത പദ്ധതിയിൽ ഇതിനൊരു കഷ്ണം പെട്ടത്. മലാപ്പുറം മുതൽ വെള്ളിമാടുകുന്ന് വരെ, മലാപ്പറമ്പ് മുത്തങ്ങ ദേശീയപാത പദ്ധതി. അപ്പൊ പിന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വന്നു. എന്നാൽ ശരിയായ ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു. മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വെള്ള റോഡ് മുറിച്ച് അതിന്റെ പ്രവൃത്തി വേറെ നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് ഈ റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കാരണമായി മാറിയത്. ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച ഘട്ടത്തിൽ NOC ലഭിച്ച് മറ്റേ ഭാഗത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് ജനങ്ങൾ പൊതുവെ കാണുന്നു. ഈ ഒരു തീരുമാനമാണ് വലിയ മാറ്റത്തിന് കാരണമായി മാറിയത്. അപ്പോ നാടിന് ഏറെ ഗുണകരമായ ഈ പദ്ധതിയാണ്. നോർത്ത് നിയോജക മണ്ഡലത്തിന്റെ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാ നിലയിലും ഇടപെട്ടു. സൗത്ത് മണ്ഡലത്തിലെ MLA ശ്രീ അഹമ്മദ് ദേവർകോൽ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു കഷ്ണം വരുന്നുണ്ട്. എല്ലാ നിലയിലും PWDക്കൊപ്പം നിന്നു. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട്, കോഴിക്കോട് കോർപ്പറേഷൻ എല്ലാവരും ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടലിൽ ജനങ്ങളാകെ ഒന്നിച്ചു നിന്നു, സഹകരിച്ചു. അതിന്റെ വിജയമാണ് ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് മാത്രമല്ല, ആധുനിക തലത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. ഡ്രൈനേജ് സംവിധാനങ്ങൾ അടക്കം നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി? അല്ല, ഒന്ന്, പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ 2 ആഴ്ച റിവ്യൂ ചെയ്യുന്ന ആക്സിലറേറ്റ് PWD എന്ന പ്രൊജക്ട് ഉണ്ട്. അതിൽ ഇതിനെ പെടുത്തി എല്ലാ 2 ആഴ്ചയും ഇതിന്റെ റിവ്യൂ നടന്നു. ഫീൽഡ് വിസിറ്റുകൾ ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫീൽഡ് വിസിറ്റ് ഒരു 10-ലധികം തവണ ഞങ്ങൾ തന്നെ വന്നിട്ടുണ്ട്, ഫീൽഡ് വിസിറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ടൈംലി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തു. ഇന്ന ദിവസം ഇത്ര പൂർത്തീകരിക്കണം, ഇന്ന ദിവസം ഇത്ര പൂർത്തീകരിക്കണം. ആ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും വലിയ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് നാട്ടുകാരും ഒപ്പം തന്നെ നഗരപ്രദേശത്തുള്ള ആളുകളും. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.